നോക്കൂ എന്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും അയത്തുള്ള അലി ഖമൈനിയെ ലക്ഷ്യമിട്ടു. 1980-88കളിലുള്ള ഇറാഖ് യുദ്ധം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ആ യുദ്ധം അവസാനിക്കുന്നത് 1988-ലാണ്. അന്ന് അയത്തുള്ള റുഹുള്ള ഖമൈനിയാണ് സുപ്രീം കമാൻഡർ. അതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ അയത്തുള്ള റുഹുള്ള ഖമൈനി കൊല്ലപ്പെടുന്നു, അഥവാ അദ്ദേഹം മരിക്കുന്നു. അതിനുശേഷമാണ് അയത്തുള്ള അലി ഖമൈനി സുപ്രീം കമാൻഡറായിട്ട് വരുന്നത്. അന്ന് ഇറാഖിനെതിരെ നടത്തിയ യുദ്ധത്തിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഒരു നേതൃത്വവും അന്നത്തെ പ്രസിഡൻ്റായിരുന്ന അയത്തുള്ള അലി ഖമൈനിക്കുണ്ടായിരുന്നു. അതിനുശേഷം അമേരിക്കയും ഇസ്രായേലിലും എതിർത്തുകൊണ്ടാണ് തൻ്റെ സാമ്രാജ്യം അയത്തുള്ള അലി ഖമൈനി കെട്ടിപ്പടുക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആണവ സമ്പുഷ്ടീകരണത്തിന് വേണ്ടി, യുറേനിയം സമ്പുഷ്ടീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നതോടുകൂടിയാണ് വീണ്ടും ലോകരാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്നത്. ആ ഉപരോധത്തെ എല്ലാം പിൻവാങ്ങാൻ വേണ്ടി കനത്ത ഉപരോധത്തിലായിരുന്നു ദശാബ്ദങ്ങൾ ഇറാൻ എന്നത് പ്രേക്ഷകർക്കറിയാം. സാമ്പത്തിക ഉപരോധത്തിൽ വലഞ്ഞ ഇറാനെ 2015 ഒടുവിൽ അമേരിക്ക ഒരു ചർച്ചയിലേക്ക് എത്തിക്കുകയായിരുന്നു. 2015 പക്ഷേ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ വേണ്ടി ഇറാൻ തീരുമാനിക്കുന്നു. ഒരു ആണവ നിരായുധീകരണ കരാറിൽ ഒപ്പിടാൻ ഇറാൻ തീരുമാനിക്കുന്നു. അന്ന് 6 പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊപ്പം അന്നത്തെ ആണവ കരാറിൽ ഏർപ്പെട്ട ഇറാൻ പക്ഷേ 2018 ആകുമ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ചതിക്കപ്പെടുന്നു. ഡൊണാൾഡ് ട്രംപ് ആ ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുന്നു. 2018 ശേഷം വലിയ ചതി തിരിച്ചറിഞ്ഞ ഇറാൻ വീണ്ടും ഉപരോധം നേരിടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. 2020 ആകുമ്പോഴേക്കും ഇറാനും ആ നിലപാട് മാറ്റുന്നു. ഇറാനും ആ ആണവ കരാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അന്നു മുതൽ ആണവ കരാർ വീണ്ടും ചർച്ചകളിലൂടെ പുറത്തു കൊണ്ടുവരാൻ ഇറാനും ഒപ്പം തന്നെ അമേരിക്കയും ഒക്കെ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഒടുവിൽ ഇപ്പോൾ അയത്തുള്ള അലി ഖമൈനിയുടെ വധത്തിലേക്ക് എത്തി നിൽക്കുന്നത്. നമുക്കിപ്പം PR സുനിൽ കൂടി ഡൽഹിയിൽ നിന്ന് വരുന്നു. PR സുനിൽ, ഞാൻ പ്രേക്ഷകരോട് പറയുകയായിരുന്നു, സാധാരണ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പദവിയുടെ തലവനായിരുന്നില്ല അയത്തുള്ള അലി ഖമൈനി. ഒരേ സമയം സൈനിക മേധാവി, ഒരേ സമയം തന്നെ രഹസ്യാന്വേഷണ മേധാവി, രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ ഭരണമേധാവി, ഒപ്പം മതപരമായ ആത്മീയ കാര്യങ്ങളുടെ മേധാവി, ഒപ്പം അവിടുത്തെ മാധ്യമങ്ങളെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചു നിർത്തുന്ന വാർത്താവിനിമയ സംവിധാനങ്ങളുടെ മേധാവി, രാജ്യത്തിനകത്തും പുറത്തുമായിട്ടുമുള്ള പ്രോക്സി യുദ്ധങ്ങൾ നടത്താൻ ശേഷിയുള്ള പ്രോക്സി സേനകളുടെ തലവൻ. അത് ഹൂതിയാണെങ്കിലും ശരി, ഹിസ്ബുള്ളയാണെങ്കിലും ശരി, സിറിയയിൽ അൽ ബാസത്ത് ഉണ്ടായിരുന്ന സമയത്ത് ബാസത്തിൻ്റെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സിറിയയിൽ ഉണ്ടായിരുന്ന സംഘടനയാണെങ്കിലും ശരി, ഇറാഖിൻ്റെ സദ്ദാം ഹുസൈന് ശേഷം ഇറാഖിൽ അവശേഷിപ്പിച്ച സേനാ വിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നതിലാണെങ്കിലും ശരി, അങ്ങനെ പല തലങ്ങളിലെ നേതാവായിരുന്നയാളെയാണ് നഷ്ടമാവുന്നത്. ഇപ്പോൾ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറയുമ്പോൾ അത് നമ്മൾ കരുതിയിരിക്കണം. അല്പം കൂടി ജാഗ്രത വേണ്ടുന്ന സമയമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇനി ഇറാൻ്റെ മുന്നിലുള്ള വഴികൾ എന്നുള്ളത് ഒന്നുകിൽ അമേരിക്കയ്ക്ക് കീഴടങ്ങി റസാ പഹ്ലവിയെ ഇറാൻ്റെ നേതൃപദവിയിലേക്ക് കൊണ്ടുവരിക, 1979 ഷാ ഭരണത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് മുന്നിലുള്ള ഒരു വഴി. രണ്ടാമത്തെ വഴി ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ വീണ്ടും ഒരു ചർച്ചയ്ക്ക് അമേരിക്കയും ഇസ്രായേലിനെയും ക്ഷണിക്കുക എന്നുള്ളതാണ്. IRGSനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോഴും വലിയ ബാലിസ്റ്റിക് ശേഖരം ഇറാൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കയെ തകർക്കാൻ ആവശ്യമായ ശേഷിയൊന്നും ഇറാനില്ല എന്നതറിയാം. തിരിച്ചടി നൽകും ഇറാനെയും ഒപ്പം ഇസ്രായേലിനെയും അമേരിക്കയും ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണവും യുറേനിയം സമ്പുഷ്ടീകരണവും ഏത് ഘട്ടത്തിലാണെന്ന് നമുക്കറിയില്ല. ഇപ്പോഴും അവിടുത്തെ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരെ പലരെയും, ന്യൂക്ലിയർ തലവന്മാരെ പലരെയും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആരും കാണാത്ത, ആരും കേൾക്കാത്ത ആയുധം പ്രയോഗിക്കും എന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. കരുതിയിരിക്കണം എന്നുള്ള സൂചനയാണോ IRGSന്റെ ഈ പ്രസ്താവനയിലുള്ളത്? അയത്തുള്ള ഖമൈനിക്ക് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? PR സുനിൽ. അരുൺ, കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു ഖമേനി എന്ന് പറയുന്നത്. ആ പോരാട്ടത്തിന് വേണ്ടി ഒരു ഘട്ടത്തിലും അമേരിക്കയുമായി സമരസപ്പെടാനോ അമേരിക്കയുടെ ആ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടാനോ തയ്യാറാകാതെ അതിശക്തമായി നിന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. വലിയ രാഷ്ട്രമാണ്. പക്ഷേ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എത്രത്തോളം അമേരിക്കയുമായി പൊരുതി ഇനി ഖമേനിയുടെ അഭാവത്തിൽ ഇറാന് മുന്നോട്ട് പോകാനാകും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം അമേരിക്കയുമായി പ്രതിരോധ രംഗത്ത്, സായുധ രംഗത്ത് മുന്നേറാൻ അത്രത്തോളം ഇറാന് സാധിക്കണമെന്നില്ല. പക്ഷേ അവസാന നിമിഷം വരെ ഇറാൻ പൊരുതും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ആഘാതം എത്രത്തോളം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുമൊക്കെയുണ്ട്. എന്തായാലും ഖമേനിയുടെ നഷ്ടം എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. ആ നഷ്ടത്തിന് എന്തെങ്കിലും അളവുകോലില്ല. അത്രയ്ക്ക് ഭീകരമായ ഒരു നഷ്ടമാണ്. അതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇനി ഇറാൻ ആര് നയിക്കും എന്നത് തനിക്കറിയാം, ചില പേരുകൾ തനിക്ക് മുന്നിലുണ്ട്, ആരാണ്
ആരാണ് ഇനി ഇറാന്റെ നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്നത് എന്നത് തനിക്ക് കൃത്യമായി അറിയാം എന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായി ട്രംപ് കരുക്കൾ നീക്കുന്ന ഒരു സാഹചര്യവും മറുപക്ഷത്തുണ്ട്. ഏതായാലും ഇറാന്റെ ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള നിമിഷങ്ങൾ എന്നത് ഇറാൻ എത്രത്തോളം മൗനമായി തുടരും, അതെല്ലാം ഇന്നലെ കണ്ടതിനപ്പുറത്തേക്ക് വലിയ ആക്രമണങ്ങളിലേക്ക് ഇറാൻ നീങ്ങിയാൽ അതിനെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് പൂർണ്ണമായി ഇറാനെ തകർക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഖമേനി എന്ന് പറയുന്ന ഒരു നേതാവിനെ അമേരിക്ക ഈ രീതിയിൽ ഇല്ലാതാക്കിയത് തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രത്യാഘാതങ്ങൾ ഇറാനിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതായത് 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശക്തമായ തിരിച്ചടി ഇറാനിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഇതിനകം വന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. ഏതായാലും ഇനി ഇറാനിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ഇറാനിൽ ഇനി രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമുണ്ടാകുമോ, അതിനൊക്കെ തന്നെ അമേരിക്ക നീക്കങ്ങൾ നടത്തുമോ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കാം. ഏതായാലും ഖമേനിയെ സംബന്ധിച്ചിടത്തോളം ഖമേനി അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടം എത്രയോ കാലമായി തുടരുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹം പ്രോക്സി സംഘങ്ങളെയൊക്കെ തന്നെ വളർത്തി, ഹിസ്ബുള്ളയെ വളർത്തി, ഹൂതി വിഭാഗങ്ങളെ കൂടെ നിർത്തി, അങ്ങനെ ഒരു പ്രോക്സി സംഘത്തെ തന്നെ ഉണ്ടാക്കിയാണ് ഖമേനി മുന്നോട്ട് പോയത്. ഒരു ഘട്ടത്തിൽ പോലും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെടാൻ ഖമേനി തയ്യാറായിട്ടില്ല. എണ്ണ രാഷ്ട്രങ്ങളെ പിടിച്ചടക്കുക എന്നത് അമേരിക്കയുടെ വലിയ തന്ത്രമാണ്. നമ്മളൊക്കെ തന്നെ ഇന്നലെ ചർച്ച ചെയ്ത പോലെ തന്നെ 2030 ചൈന അമേരിക്കയ്ക്ക് മുകളിലേക്ക് സാമ്പത്തിക ശക്തി ഉയർത്തും എന്നുള്ള ചർച്ചകൾ സജീവമാകുമ്പോഴാണ് അമേരിക്ക ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. വെനിസ്വേലിയൻ അവിടുത്തെ നേതാവിനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു, തൊട്ടു പിന്നാലെ ഇറാന് നേരെ നീക്കം നടത്തുന്നു. അപ്പോൾ ഇറാനിലെ എണ്ണ സമ്പത്ത് മുന്നിൽ കണ്ടു തന്നെയാണ് അമേരിക്ക ഈ ഒരു നീക്കം നടത്തിയത് എന്നത് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ എണ്ണ സമ്പത്ത് പിടിച്ചടക്കി കയ്യിൽ വെക്കുക, അതാണ് നേരത്തെ ഇറാഖിലും കണ്ടത്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ ഇറാന് നേരെ നടത്തിയ നീക്കമാണ്. അതിനവിടുത്തെ രാഷ്ട്രത്തലവനെ തന്നെ ഇല്ലാതാക്കിയ ഒരു വലിയ നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതിനെ ചെറുക്കാൻ തൽക്കാലം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയായിരിക്കും. എത്ര നാൾ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നത് വലിയ ചോദ്യം തന്നെയാണ്. പക്ഷേ അവസാന നിമിഷം വരെ ഇറാൻ പൊരുതാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഈ ഒരു പോരാട്ടത്തിൽ ഒരുപക്ഷെ ഇറാൻ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് അമേരിക്കയുടെ അധിനിവേശത്തിൽ തന്നെയായിരിക്കും ഇറാന്റെ ഭരണകൂടം ഉണ്ടാകാൻ പോകുന്നത്. അതൊരു പാവ ഭരണകൂടമാകാനാണ് സാധ്യത. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇറാനെ തള്ളിവിടണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇറാന്റെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് അവസാന നിമിഷം വരെ പോരാട്ടം തുടരാൻ തന്നെയായിരിക്കും ഇറാന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഭരണ സാഹചര്യത്തിൽ. പക്ഷേ നേതാവില്ലാതെ ഇറാനെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം മുന്നോട്ട് പോകാനാകും? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരായിരിക്കും അയത്തുള്ള അലി ഖമൈനിയുടെ പിന്തുടർച്ചക്കാരൻ എന്നുള്ളതാണ് ചോദ്യം.